നമ്മൾ ജനിച്ചതെല്ലാം ഒരു ക്രിസ്തീയ പാരമ്പര്യത്തിലല്ലേ, ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്ന ലേബലിലാണ് നമ്മൾ ജനിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് പള്ളിയിൽ പോകണം എന്നുള്ളതും ബൈബിൾ വായിക്കണമെന്നുള്ളതും മതത്തിൻ്റെ ഒരു നിഷ്കർഷയായിട്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബൈബിൾ വായിച്ചില്ലെങ്കിൽ അതെന്തോ ഒരു മഹാപാതകമാണെന്നോ അല്ലെങ്കിൽ വലിയ തെറ്റാണെന്നോ ഒക്കെയാണ് നമ്മളെ മതം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് കമ്പൽസറി ആയിട്ട് ബൈബിൾ പഠിച്ചിരിക്കണമെന്നാണ് ഒരു ക്രിസ്തീയ മതം നമ്മളെ അനുശാസിക്കുന്നത്. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ബൈബിൾ വായിക്കേണ്ടത് ഒരു കമ്പൽസറി ആയിട്ടുള്ള കാര്യമാണോ? ബൈബിൾ വായിക്കേണ്ടതുണ്ടോ? അല്ലെങ്കിൽ ബൈബിൾ പഠിക്കേണ്ടതുണ്ടോ? ബൈബിൾ പഠിച്ചില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ ബൈബിൾ അവസാനമായിട്ട് വായിച്ചത് 7ാം ക്ലാസ് ആ ടൈമാണ്. 7ാം ക്ലാസ്സിലാണ് ഇപ്പോൾ ബൈബിൾ കംപ്ലീറ്റ് വായിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എന്തിനു പഠിക്കുന്നു? ഞാൻ BCA സെക്കൻഡ് ഇയർ. സെക്കൻഡ് ഇയർ. അപ്പോൾ ഓൾമോസ്റ്റ് എത്ര വർഷം? 5 വർഷം അതോ 7 വർഷം? 5-6 വർഷമായി ബൈബിൾ വായിച്ചു. കംപ്ലീറ്റ് ഞാൻ വായിച്ചായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് വായിച്ചത് ആ ഒരു ബുദ്ധി വെച്ചിട്ടാണ്. അപ്പോൾ എനിക്കിപ്പോൾ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ബൈബിൾ വീണ്ടും വായിക്കണമെന്നുണ്ട്. ഓക്കെ. അപ്പോൾ ചർച്ചിൽ പോക്ക് കുറവായി വന്നതുകൊണ്ട് പിന്നെ ബൈബിളിൽ അങ്ങ് വിട്ടു, അതാണ് കാര്യം? വിട്ടതല്ല, പിന്നെയും വായിച്ചു തുടങ്ങി ഞാൻ ആദ്യം തൊട്ട്. പുതിയ നിയമം തുടങ്ങിയില്ല, അതിന് മുമ്പേ പിന്നെ പയ്യെ നിർന്നു വന്നു. ഓക്കെ. അപ്പോൾ അതിൻ്റെ കൂടെ ചേർത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ബൈബിൾ വായിച്ചിട്ട് അലന് എന്തെങ്കിലും മനസ്സിലാകാത്തത് കൊണ്ടാണോ നിർത്തിയത്, അതോ? എനിക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കും, പക്ഷെ ആ രീതിയിലല്ല അതിൻ്റെ വെളിപ്പാടെന്ന് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ചർച്ചിലത്തെ. അപ്പോൾ അതുകൊണ്ടങ്ങ് വിട്ടതാ? അതുകൊണ്ട് ഞാൻ പയ്യെ വിട്ടതാണ്. എന്നോട് വേറെ ബുക്സ്, ചെറിയ ബുക്സൊക്കെ വായിച്ചു തുടങ്ങാൻ പറഞ്ഞു ആ ടൈം. അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞാൽ ബൈബിൾ വായിക്കാൻ മടിയാണോ ഇഷ്ടമല്ലാത്തതാണ് എനിക്കറിഞ്ഞൂടാ. പക്ഷേ കൊച്ചിലെ മുതൽ വീട്ടിലുള്ള എല്ലാവരും വായിപ്പിക്കും. അമ്മച്ചി രാത്രി പ്രാർത്ഥനയ്ക്ക് വായിപ്പിക്കും, പിന്നെ സ്കൂളിൽ പോണതിന് മുമ്പ് വായിപ്പിക്കും. ഇതാണ്. പിന്നെ സൺഡേ ക്ലാസ്സിന് പോകും. അവിടെ ചെല്ലുമ്പോൾ ഓരോ വാക്യം നമ്മൾ ഓരോ ഇതിലും പഠിക്കണം, വാക്യം പഠിക്കണം. പിന്നെ സങ്കീർത്തനം, പരീക്ഷയ്ക്ക് ഓരോ സങ്കീർത്തനങ്ങൾ എഴുതണം. ഓക്കെ. ബട്ട് എന്തോ എനിക്ക് ഇതൊന്നും ആവശ്യമില്ലാത്ത പോലെയാണ് തോന്നുന്നു. ഇപ്പം ബൈബിൾ വായിക്കുന്ന ക്രിസ്ത്യാനികൾ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവരും ബൈബിൾ വായിക്കുന്നില്ല. അവർക്ക് വേറെ ഒന്നും തോന്നുന്നില്ല. ഓക്കെ. ഇപ്പം ബൈബിൾ നമ്മൾ വായിക്കണമെന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ ഇത് ഒരാൾക്ക് കിട്ടിയ ഈ റെവലേഷനാണ് ഈ ബൈബിൾ എഴുതിയത്. അത് ആ ആൾക്ക് കൊടുത്തതല്ലേ. അപ്പോൾ നമ്മളത് വായിക്കേണ്ട ആവശ്യം വേണമെങ്കിൽ വായിക്കാം. പക്ഷേ നമുക്ക് കിട്ടുന്ന റെവലേഷനല്ലേ അതിനെക്കാട്ടും നമുക്ക് ഇമ്പോർട്ടൻസ് ആയിട്ട് കൊടുക്കുക. അപ്പം അയാൾക്ക് ഇത്രയും ഒരു റിലേഷൻ കൊടുത്തു, പക്ഷേ എന്തുകൊണ്ട് നമുക്ക് അതിനെക്കാട്ടും വലിയ റെവലേഷൻ കിട്ടിക്കൂടാ? ചിലപ്പോൾ നമുക്ക് വേണമെങ്കിൽ പുതിയൊരു ബൈബിൾ എഴുതാമല്ലോ. അപ്പോൾ എഴുതപ്പെട്ടത് വായിക്കുന്നതിൽ വലിയ പ്രസക്തി ഒന്നും ഇല്ല എന്നാണ് ആളുടെ ഒരു ഒപ്പീനിയൻ. അതെ. പക്ഷേ അതിൻ്റെ അകത്തും ദൈവം ആ ആളോട് പറഞ്ഞ കുറേ മർമ്മങ്ങളുണ്ടായിരിക്കാം. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ അത് സഹായപ്പെടുന്നു എനിക്കറിയാം. പക്ഷേ ഓക്കെ, മറ്റൊരാളോട് ടീച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരാളോട് പറയുവാൻ അത് നല്ലതായിരിക്കും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഡയറക്റ്റ് ചെയ്യുന്ന റെവലേഷൻ ആയിരിക്കും നല്ലത്. ബൈബിളിൽ നിന്ന് എടുക്കേണ്ട ആവശ്യമില്ല. അതായത് ആൽഡ്രിൻ ചെറുപ്പം മുതലേ ബൈബിൾ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടും ബൈബിളിനകത്തുള്ള ഒരു കാര്യവും ആൽഡ്രിൻ്റെ ലൈഫിനകത്ത് ഇൻഫ്ലുവൻസ് ചെയ്തില്ല എന്നാണോ പറഞ്ഞു വരുന്നത്? അതെ. ഒരു മാറ്റവും വന്നിട്ടില്ല. ഇല്ല. ആസ് എ പേഴ്സൺ നിന്നെ ഒരു രീതിയിലും ബൈബിൾ സ്വാധീനിച്ചിട്ടില്ല. നിന്റെ വ്യക്തിത്വ വികസനത്തിന് വേണ്ടിയിട്ടോ നിന്റെ സ്വഭാവം നന്നാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിന്റെ ഏതെങ്കിലും തരത്തിൽ ഫിസിക്കലി, മെന്റലി ഓർ സ്പിരിച്വലി ഒരു തരത്തിലും നിന്റെ ബൈബിള് വളർത്താൻ സഹായകമായില്ല എന്നാണോ? ബൈബിള് സഹായിച്ചിട്ടില്ല, പക്ഷേ അപ്പം തന്നെ റെവലേഷൻ സഹായിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു രീതിയിൽ ഞാൻ ബൈബിള് വായിച്ചിട്ടില്ല. പക്ഷെ പണ്ടൊക്കെ ഇങ്ങനെ പള്ളിയിൽ പോകുമ്പോൾ അവർ പറയുന്ന കുറച്ച് വചനങ്ങൾ അപ്പം വായിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഒരു രീതിയിൽ ബൈബിള് വായിച്ചാലും കുഴപ്പമില്ല, വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ബൈബിള് വായിച്ചിട്ടേ ആ കർത്താവിനെ കണ്ടെത്താവൂ എന്ന് പറയുന്നത് ഭയങ്കര മണ്ടത്തരം. ഇപ്പോൾ പണ്ടൊക്കെ പൊയ്ക്കൊണ്ടിരുന്ന ചർച്ചിൽ അവർ ടീച്ച് ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബൈബിളിനകത്ത് ആ ദൈവം ഇരിക്കുന്ന, ബൈബിൾ വായിച്ചാലേ നമുക്ക് ദൈവത്തെ കാണാൻ പറ്റൂ. അതുകൊണ്ട് എല്ലാ ദിവസവും വൈകിട്ട് ബൈബിൾ വായിക്കണം, വചനം വായിക്കണം, വചനം പഠിക്കണം. പക്ഷേ ഞാനിപ്പോൾ ആ ശരിക്കുള്ള ആ ഒരു ഇത് തിരിച്ചറിഞ്ഞപ്പോൾ ബൈബിൾ വായിച്ചില്ലെങ്കിലും നമുക്ക് ദൈവീകം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പിന്നെ ഇപ്പോൾ ആൽഡ്രിൻ പറഞ്ഞതുപോലെ ക്രിസ്ത്യാനികൾ മാത്രമാണ് ബൈബിൾ വായിക്കുന്നത്. ബാക്കി മതക്കാർക്ക് അവരുടേതായിട്ടുള്ള ആ ഒരു വേദഗ്രന്ഥങ്ങൾ ഉണ്ടെങ്കിലും അവർ ബൈബിളല്ല വായിക്കുന്നത്. അപ്പം അതും ഒരു കാരണമാണ്. അപ്പം അവർ ജീവിക്കുന്നുണ്ട്. ബാക്കിയുള്ള ബൈബിൾ വായിക്കാത്ത ആൾക്കാർ ഒത്തിരി പേരുണ്ട്, അവരും ജീവിക്കുന്നുണ്ട്. അപ്പം ബൈബിൾ വായിച്ചാലേ ദൈവത്തെ കാണാൻ പറ്റൂ എന്ന് പറയുന്നത് ശരിയല്ല.
അപ്പോൾ നമ്മൾ സാധാരണ ബുക്കുകളൊക്കെ വായിക്കത്തില്ലേ, നമ്മൾ ആ ചില ബുക്കുകൾ നമ്മളെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കും, ഭയങ്കരമായിട്ട് നമ്മൾ ഇൻസ്പയർഡ് ആവും. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ബൈബിൾ വായിച്ചിരിക്കാം, നല്ലതാണ്. വായിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല, വായിക്കുന്നത് കൊണ്ട് നല്ലതാണ്. പക്ഷെ അതിലൊരുപാട് സീക്രട്ടായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ. അത് മനസ്സിലാക്കി വായിച്ചാൽ കുറച്ചുകൂടെ നമ്മുടെ ലൈഫിൽ അത് യൂസ്ഫുള്ളായിരിക്കും. അതായത് ചുമ്മാ വായിച്ച് അതിൻ്റെ ഒരു അർത്ഥം മനസ്സിലാക്കി പോകുന്നതിൽ കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ബൈബിൾ വായിക്കണം നല്ലതാണ്. എന്തിനു കൊള്ളാം ബൈബിൾ വായിക്കുമ്പോൾ? എന്താണത് നല്ലതെന്ന് പറയാൻ കാര്യം? നല്ലതെന്ന് പറയാൻ സ്വഭാവ മാറ്റമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഗിലുവിൻ്റെ ലൈഫിനകത്ത് ബൈബിൾ വായിച്ചിട്ടുണ്ടായ ഒരു സ്വഭാവ മാറ്റം പറയാൻ പറ്റുമോ? മറ്റേ മലയാളം വായിക്കാൻ പഠിച്ച്. അത് ശരി. വെരി ഗുഡ്. പിന്നെ എന്താ ചർച്ചയിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഈ ബുധനാഴ്ചയും ഈ വെള്ളിയാഴ്ചയൊക്കെ പരിപാടി ഉണ്ടാവും എല്ലാ ആഴ്ച. അപ്പം അവിടെ അവർ വചനം കുറച്ച് കാണപ്പടം പഠിക്കണമെന്ന് പറയും. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാ ആഴ്ച. പഠിച്ചിട്ടുണ്ട്. അതിനെന്തെങ്കിലും ഗുണമുണ്ടായോ? ഇല്ല, മറന്നുപോയി. ഓക്കെ. അപ്പോൾ ജീവിതത്തിനകത്ത് ബൈബിൾ വായിച്ചതുകൊണ്ട് നിനക്ക് ഒരു ഗുണമെങ്കിലും പറയാൻ പറ്റുന്നത് മലയാളം വായിക്കാൻ പഠിച്ചു എന്നുള്ളത് മാത്രമാണോ? വേറെ എന്തെങ്കിലും ഉണ്ടായോ? ചില ചെറിയ അർത്ഥങ്ങളും ഡിസിപ്ലിനൊക്കെ വരുമെന്ന് പറയുന്നു. വന്നു ചെറുതായിട്ട് വന്നു ആവശ്യത്തിന്. പിന്നെന്താ, നമുക്ക് വെറുതെ ഇരുന്ന സമയങ്ങളിൽ കുറച്ച് ബൈബിൾ വായിക്കാന്നൊക്കെ. വായിച്ചാലും വായിച്ചില്ലേലും നല്ലത് രണ്ടും നല്ലതാ. എല്ലാം നല്ലതിനാ. നീ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഈ മൊബൈൽ ഗെയിം കളിച്ചാലും നല്ലതാ കളിച്ചില്ലെങ്കിലും നല്ലതാ എന്നൊക്കെ പറയുന്നത് പോലെയാണോ ഇത്? അല്ല ഇപ്പം എന്താ ഞാൻ പറയണ്ടേ? നിനക്ക് എന്താണോ പറയാൻ ആഗ്രഹം അത് പറയാനാ ഞാൻ നിങ്ങളുടെ ഒപ്പീനിയൻ ചോദിച്ചത്. പിന്നെ അന്നൊക്കെ എന്ന് വെച്ചാൽ രാത്രി അമ്മ ഒരു ഒരെണ്ണം മൊത്തം ബൈബിൾ വായിച്ചാലേ ഭക്ഷണം കഴിക്കാൻ പാടില്ലെന്നൊക്കെ അമ്മ പറയായിരുന്നു. അങ്ങനത്തെ കുറച്ച് നിയമങ്ങൾ കഷ്ടപ്പെട്ട് ഞാനൊക്കെ പോയിട്ടുണ്ട്. അത് അന്ന് വായിക്കാൻ പോലും അറിയില്ലായിരുന്നു. എന്നിട്ട് ഞാൻ ഓരോരോ വാക്കുകൾ വെച്ചോണ്ട് ഇങ്ങനെ മണിക്കൂറുകളോളം കഴിക്കും. എന്നിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടായിരിക്കും ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിക്കാനുള്ള ആർത്തി കൊണ്ട് ബൈബിൾ വായിച്ചു പോകുമായിരുന്നു. അന്ന് അങ്ങനെയൊക്കെ അമ്മ ചെയ്യുമായിരുന്നു. അന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു. മൊത്തം കോമഡിയാണ് ചെറുതായിട്ട്. അപ്പോൾ എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പ്ലെയിനായിട്ട് പറയുന്നൊരു കാര്യം, ഒരു സാധാരണ വ്യക്തിക്ക്, കേവലം സാധാരണ ഒരു വ്യക്തിക്ക് ബൈബിൾ വായിച്ചാൽ ഒന്നും മനസ്സിലാകില്ല എന്നുള്ളത് കൊണ്ടും വായിക്കാത്തതിനേക്കാൾ ദോഷമാണ് വായിക്കുന്നത് എന്നുള്ളത് കൊണ്ടും ഒരു സാധാരണ വ്യക്തി ബൈബിൾ വായിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ. കാരണം എന്തുദ്ദേശത്തിലാണോ ബൈബിൾ എഴുതിയിരിക്കുന്നത് ആ ഉദ്ദേശശുദ്ധി ഒരു സാധാരണ വ്യക്തി വായിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല. ഓക്കെ. ഇനി ആര് ബൈബിൾ വായിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്താൽ നിയുക്തനായ ഒരു വ്യക്തി, ഒരു ഉപദേശകനായോ ഒരു ടീച്ചറായോ അപ്പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ബൈബിൾ വായിക്കണം. വായിച്ചിട്ട് ജനങ്ങളെ പ്രബോധിപ്പിക്കാം. ഓക്കെ. ഇപ്പോൾ നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ മലയാളം പഠിപ്പിക്കുന്ന അധ്യാപകനുണ്ടാകും, ഇല്ലേ? മലയാളം പഠിപ്പിക്കുന്ന അധ്യാപകൻ മലയാള ഭാഷയിൽ പ്രാവീണ്യം നേടിയ വ്യക്തിയായിരിക്കും. ഒരു ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന അധ്യാപകയ്ക്കോ ഒരു കണക്ക് പഠിപ്പിക്കുന്ന അധ്യാപകയ്ക്കോ മലയാളം നല്ല രീതിയിൽ പറഞ്ഞു തരാൻ പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ മലയാളം പഠിപ്പിക്കണമെങ്കിൽ മലയാള ഭാഷയിൽ പ്രാവീണ്യം നേടിയ ഒരു അധ്യാപികയ്ക്ക് മാത്രമേ പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഇനി എന്തിനാ ഒരു അധ്യാപിക? നിങ്ങൾക്ക് സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് ടെക്സ്റ്റ് ബുക്ക് തരുന്നുണ്ട്. ഇനി ലേബർ ഇന്ത്യ പോലെയോ ഗൈഡ് പോലെയുള്ള അഡീഷണൽ ആയിട്ടുള്ള പുസ്തകങ്ങൾ അവൈലബിൾ ആണ്. നിങ്ങൾക്കത് നോക്കി അങ്ങ് വായിച്ച് പഠിച്ചാൽ പോരെ. എന്തിനാ ഒരു അധ്യാപിക? അപ്പോൾ ചില ഭാഗങ്ങൾ, ഗദ്യമാകട്ടെ പദ്യമാകട്ടെ, നിങ്ങൾക്കതിൻ്റെ ശരിക്കുമുള്ള പൊട്ടൻഷ്യലിൽ അതിൻ്റെ മീനിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ഗുരുവിൻ്റെ അല്ലെങ്കിൽ അതിനകത്ത് ആധികാരികമായി അത് പഠിച്ച ഒരു വ്യക്തിയുടെ സഹായം വേണ്ടി വരും. ഇതേ രീതിയിൽ തന്നെ ബൈബിൾ എഴുതിയിരിക്കുന്ന ആത്മീക മർമ്മങ്ങളെ മനസ്സിലാക്കി ജനങ്ങളെ പഠിപ്പിക്കാനായിട്ട് എല്ലാവരെ കൊണ്ടും പറ്റില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ബൈബിൾ വായിക്കേണ്ട ആവശ്യവും ഇല്ല. അപ്പോൾ ദൈവത്തിൽ നിന്ന് അഭിഷേകം ലഭിച്ച, അപ്പോയിൻമെൻറ്റ് ലഭിച്ച അങ്ങനെ ഒരു വ്യക്തിക്ക് മാത്രമേ ബൈബിൾ വ്യാഖ്യാനിക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്നുള്ളത് കൊണ്ട് ആ വ്യക്തി ബൈബിൾ വായിക്കുക, മറ്റുള്ള വ്യക്തികൾ അദ്ദേഹം എന്ത് ചെയ്യുക? പഠിപ്പിക്കുക. പക്ഷേ ഇന്ന് അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് ബൈബിൾ വായിക്കുന്നവർക്കും ബൈബിൾ അറിയത്തില്ല, ബൈബിൾ പഠിപ്പിക്കുന്നവർക്കും ബൈബിൾ അറിയത്തില്ല. എല്ലാം എന്താ? ഒരു
ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്നുള്ള രീതിയിൽ ഒരു ലൈസൻസ് ആയിട്ട് കാശുണ്ടാക്കുക അല്ലെങ്കിൽ കുറേ പൊസിഷൻ ഉണ്ടാക്കുക അല്ലെങ്കിൽ അത് വെച്ച് ജീവിക്കുക എന്നുള്ള ഒരു പാറ്റേണിൽ മാത്രമാണ് ഇന്ന് ബൈബിളിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടീച്ചേഴ്സിനെയൊക്കെ പോലെ ഏറ്റവും കൂടുതൽ കോപ്പീസ് സോൾഡ് ആകുന്നത് ബൈബിളിനാണ്. അത് എന്താ അങ്ങനെ ഒരു രീതിയിൽ അതിനെ ആക്കി വെച്ചേക്കുക. നമ്മുടെ പള്ളിയിൽ ഒരു ദിവസം ഒരാശൻ പറഞ്ഞു, നമ്മുടെ പള്ളിയിലുള്ള ആശൻ തന്നെ ആശൻ പറഞ്ഞത് എന്താ, പാപിയായിരുന്ന ഒരാൾ പോലും ഈ ബൈബിൾ വായിച്ചതെന്ന് വെച്ചാൽ ഏതൊരു മനുഷ്യനും വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു ഭാഷയിലാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് എളുപ്പത്തിലും ബൈബിൾ വായിച്ചാൽ എന്താ ക്രിസ്ത്യാനികളാവാം, ക്രിസ്ത്യാനി ആവണം, ബൈബിൾ വായിച്ച് ക്രിസ്ത്യാനി ആവണം. അതുമാത്രമല്ല ഇപ്പോൾ നമ്മൾ ചുമ്മാ റോഡിൽ കൂടെ പോകുമ്പോൾ ഓരോ ആൾക്കാർ മറ്റേ സത്യവേദ പുസ്തകം മറ്റേ നീല കളർ ബൈബിൾ വന്ന് കാര്യമാണ്. അപ്പോൾ അതൊക്കെ വെറും മണ്ടത്തരമല്ലേ. ആളുടെ ഇത് ഏത് അച്ഛനാ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. ഈ അച്ഛനല്ല, എല്ലാ അച്ഛന്മാരും ഇത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് മതത്തിനകത്ത് നിൽക്കുന്ന അച്ഛന്മാരോടും ബിഷപ്പുമാരോടും മത നേതാക്കന്മാരോടും എനിക്ക് പറയാനുള്ളത്, ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് എനിക്ക് ഒരുവിധം തിരിച്ചറിവ് വെച്ച് തുടങ്ങിയ പ്രായം മുതൽ ബൈബിളിനകത്തുള്ള പല സംശയങ്ങളും ഞാൻ അച്ഛന്മാരോട് ചോദിക്കാൻ തുടങ്ങി. കാരണം ഞാൻ അന്ന് CSI ചർച്ചിൽ ജനിച്ച് വളർന്നതല്ല. അപ്പോൾ സൺഡേ സ്കൂൾ അധ്യാപകരോടും സൺഡേ സ്കൂളിലൂടെ അച്ഛന്മാരോടും ദൈവപുരുഷന്മാരോടും പ്രവാചകന്മാരോടും പ്രാസംഗികരോടും ഞാൻ എൻ്റേതായിട്ടുള്ള സംശയങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് തൃപ്തികരമായിട്ടുള്ള രീതിയിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന എനിക്ക് തൃപ്തികരമായ രീതിയിൽ ഒരു ഡൗട്ടും പറഞ്ഞു തരാനായിട്ട്, എൻ്റെ ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യാനായിട്ട് അച്ഛന്മാർക്ക് കഴിഞ്ഞിട്ടില്ല, പ്രാസംഗികർക്കും കഴിഞ്ഞിട്ടില്ല. ഐ ചലഞ്ച്. ഇന്ന് ബൈബിൾ വായിക്കുന്നത് ഭയങ്കര സിമ്പിളാണ്, ബൈബിൾ വായിച്ചാൽ എല്ലാം മനസ്സിലാകും, സിമ്പിൾ ഭാഷയിൽ എഴുതിയിരിക്കുന്നുവെന്ന് പറയുന്ന ഒരു അച്ഛനെയോ ഒരു ബിഷപ്പിനെയോ അല്ലെങ്കിൽ ഒരു മതപണ്ഡിതനെയോ എൻ്റെ മുമ്പ് കൊണ്ട് നിർത്തിത്താ. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് മനസ്സിലാകുന്ന രീതിയിൽ, എനിക്ക് എൻ്റെ ഇൻ്റലക്ച്വൽ സിസ്റ്റത്തിന് നിരക്കുന്ന രീതിയിൽ അവർക്ക് ഒരു ആൻസർ തരാൻ പറ്റുമെങ്കിൽ ഐ റെസ്പെക്റ്റ്. ഞാൻ എൻ്റെ അഭിപ്രായം തിരുത്തി പറയാം. ഓക്കെ. സോ ഇന്ന് സോ കോൾഡ് ഒരു മതത്തിൻ്റെ ഒരു പണ്ഡിതനും മത നേതാക്കന്മാർക്കും, അതായത് ദൈവത്താൽ അപ്പോയിൻറ്റഡ് ആകാതെ ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്പോയിൻമെൻറ്റിൽ നിൽക്കുന്ന പൊസിഷനിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് ബൈബിളിൻ്റെ വ്യാഖ്യാനം ഇന്നും അറിയില്ല തന്നെ. ജീസസ് ക്രൈസ്റ്റിൻ്റെ ക്രൂശീകരണം എന്താണ്, ജീസസ് ക്രൈസ്റ്റിൻ്റെ മരണം എന്താണ്, ജീസസ് ക്രൈസ്റ്റിൻ്റെ അടക്കം എന്താണ്, യേശുവിൻ്റെ ഉയർപ്പ് എന്താണെന്നൊക്കെ നമ്മൾ കുറച്ച് ചിന്തിച്ചു. ഓക്കെ. നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത രീതിയിൽ നമ്മൾ ചിന്തിച്ചു. നിങ്ങളിൽ അത് ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ടാക്കുകയും ചെയ്തു. നിങ്ങളുടെ അകത്ത് ഈ വിത്ത് കിടക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങളിതിനെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ ഇന്ന് ഏത് മത നേതാക്കന്മാർ ഇത്തരത്തിൽ ഒരു കാര്യം സംസാരിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്? ആധികാരികതയോടെ വേണ്ട, ഒരു സംശയം എന്നുള്ള രീതിയിൽ ആരെങ്കിലും ഇങ്ങനെ സംസാരിച്ചതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട്? സോ ഇത് ബൈബിളെന്ന് പറയുന്നത് ഇൻ്റലക്ച്വൽ സിസ്റ്റം കൊണ്ട് വായിച്ച് മനസ്സിലാക്കാനുള്ളൊരു സാധനമല്ല. അത് എഴുതിയിരിക്കുന്നത് തന്നെ സ്പിരിറ്റ് റലത്തിൽ നിന്നുകൊണ്ടാണ്. സ്പിരിറ്റാണ് അതിനെ എഴുതാനായിട്ടുള്ള പ്രേരണ നൽകിയത് എന്നുള്ളത് കൊണ്ട് അതിനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിലും എന്തിൻ്റെ ബേസിലേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ? ഒരു സ്പിരിറ്റ് റലത്തിൽ നിന്നേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. സോ കോമൺ മാൻ അത് പറ്റില്ല. അതിന് ബൈബിൾ മാത്രമല്ല കേട്ടോ, ഏത് മതഗ്രന്ഥമാണെങ്കിലും, അത് ഖുറാനാകട്ടെ, ഇന്ന് ഖുറാനെല്ലാം തെറ്റാണെന്ന് വാദിക്കുന്ന ക്രിസ്ത്യാനികളുണ്ട്. പക്ഷേ ഖുറാൻ്റെ ABCD പോലും ഈ വാദിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് അറിയത്തില്ല. ബൈബിൾ അറിയത്തില്ലല്ലോ, പിന്നല്ലേ ഖുറാൻ. ഓക്കെ. അപ്പോൾ ഖുറാനാണെങ്കിലും ബൈബിളാണെങ്കിലും വേദങ്ങളാണെങ്കിലും ഏത് മതഗ്രന്ഥമാണെങ്കിലും അതിൻ്റെ എസ്സൻസ് എന്ന് പറയുന്നതിനെ ഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ ഒരു എൻലൈറ്റ്മെൻറ്റ് കിട്ടിയ വ്യക്തിക്ക് മാത്രമേ ഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് എൻ്റെ അഡ്വൈസ് എന്ന് പറയുന്നത്, ദയവ് ചെയ്ത് കുഞ്ഞുങ്ങളെ ബൈബിൾ പഠിപ്പിക്കരുത്. ആ കുഞ്ഞുങ്ങൾ തെറ്റിപ്പോവും.